നമസ്കാരം. ഇന്നത്തെ വീഡിയോ KSEBയുടെ അപേക്ഷകൾ എങ്ങനെ നമുക്ക് ഓൺലൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനായി KSEB.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് കസ്റ്റമേഴ്സ് എന്ന ടാബിന് കീഴിലുള്ള ഓൺലൈൻ സർവീസസ് എന്ന ഓപ്ഷൻ്റെ സബ് മെനുവായി വരുന്ന ന്യൂ കണക്ഷൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അവിടെ ഡൊമസ്റ്റിക്, നോൺ ഡൊമസ്റ്റിക് അങ്ങനെ രണ്ട് ഹെഡിങ്ങിലാണ് ഈ അപേക്ഷ മുന്നോട്ട് പോകാൻ സാധിക്കുക. ഡൊമസ്റ്റിക് എന്നത് വീടുകളുടെ കണക്ഷന് വേണ്ടിയുള്ളതും നോൺ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള കണക്ഷന് വേണ്ടിയുള്ള അപേക്ഷകളാണ്. ന്യൂ ഡൊമസ്റ്റിക്കിൽ എടുക്കുമ്പോൾ തന്നെ അവിടെ സ്റ്റെപ്പുകൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇങ്ങനെ ഈ 4 സ്റ്റെപ്പുകളിലൂടെയും കടന്നു പോയാണ് നമ്മുടെ അപേക്ഷ പൂർത്തിയാവുക. നമുക്ക് ഓരോ തവണയും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് അത് ഓരോ തവണയും ക്ലിക്ക് ചെയ്തു എന്ന് മാത്രം. നമുക്ക് താഴെയുള്ള ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ആണ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. വീണ്ടും നമുക്ക് 2 ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സൈൻ ഇൻ ഓപ്ഷനും ഒന്ന് രജിസ്റ്റർ ഓപ്ഷനും. പുതിയ കസ്റ്റമർ ആണ് വരുന്നതെങ്കിൽ അവർക്ക് ന്യൂ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും ഇതേ വിൻഡോയിൽ വന്ന് സൈൻ ഇൻ ചെയ്താണ് നമ്മുടെ അപേക്ഷ പൂർത്തീകരിക്കേണ്ടത്. സൈൻ ഇൻ ചെയ്യുന്നതിനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയുമാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇമെയിൽ ഐ ഡി നമുക്ക് ഒരേ ഇമെയിൽ ഐ ഡി തന്നെ പലതവണ ഉപയോഗിക്കാൻ സാധിക്കും എന്ന ഒരു ബെനിഫിറ്റ് നിലവിൽ അവൈലബിൾ ആണ്. അതിനുശേഷം രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാവുകയും തുടർന്ന് നമുക്ക് സൈൻ ഇൻ എന്ന ഓപ്ഷനിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യാവുന്നതാണ്. ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വിൻഡോ ഏകദേശം ഈ പ്രകാരമാണ്. ഇതിലാണ് നമ്മുടെ അപേക്ഷ പൂർത്തീകരിക്കേണ്ടത്. ഇതേ ഐഡിയിൽ നമ്മൾ ഇതിനു മുമ്പ് മറ്റൊരു അപേക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഞാൻ ഈ ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് ഒരു അപേക്ഷ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ വെബ് ട്രാൻസാക്ഷൻ ID സഹിതം ആ അപേക്ഷ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എടുക്കുകയോ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യാം. എന്നാൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. തുടർന്ന് വരുന്ന വിൻഡോ ഏകദേശം ഇപ്രകാരമാണ്. ഇവിടെ നമുക്ക് റിക്വയർഡ് ലോഡ് എത്രയാണ് എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ഉത്തരം കസ്റ്റമർ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോമുണ്ട്. ആ ഫോമിൽ സർട്ടിഫൈഡ് എൻജിനീയർ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാനും അതോടൊപ്പം തന്നെ കണക്റ്റഡ് ലോഡ് എത്രയാണ് എന്ന വിവരവും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൽ എൻജിനീയറുടെ സീലും സൂപ്പർവൈസറുടെ സീലും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ എൻജിനീയറുടെ സീലും സൂപ്പർവൈസറുടെ സീലും ഇല്ലാതെ ഈ അപേക്ഷ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കസ്റ്റമറുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. തുടർന്ന് വരുന്ന ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ആ ഫോം വരുന്നത്. അവിടെ നെയിം ഓഫ് ദ ആപ്ലിക്കൻ്റ്, ഫാദേഴ്സ് നെയിം അങ്ങനെ തുടങ്ങിയ വിശദ വിവരങ്ങളെല്ലാം കൊടുത്ത് നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇമെയിലിലോ മൊബൈലിലോ കൺഫർമേഷൻ വാങ്ങി നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന OTP സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ അപേക്ഷ സമർപ്പിക്കപ്പെടുകയും സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ ഫീസ് എത്രയാണോ അത് നമുക്ക് അടയ്ക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നിലവിൽ കൺസ്ട്രക്ഷൻ പർപ്പസിന് ലഭിച്ച ഒരു അപേക്ഷയെ എങ്ങനെ ലോഡ് അല്ലെങ്കിൽ താരിഫ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ മീറ്റർ ചേഞ്ചിനുള്ള അപേക്ഷ എങ്ങനെ ചെയ്യാം എന്നാണ് കാണാൻ പോകുന്നത്. അതിനായി സബ് മെനുവിൽ നിന്ന് ലോഡ് ഓർ താരിഫ് ഓർ ഫേസ് ചേഞ്ച് മീറ്റർ ഷിഫ്റ്റിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിലവിൽ എന്തെങ്കിലും അപേക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സബ് മെനു ഇവിടെ കാണിക്കുന്നത് പോലെ എന്ത് അപേക്ഷയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അത് ടിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്തൊക്കെയാണ് അതിന് സമർപ്പിക്കേണ്ട രേഖകൾ എന്ന ഒരു ഇൻസ്ട്രക്ഷൻ ലഭിക്കുകയും ആ ഇൻസ്ട്രക്ഷനിലുള്ള രേഖകളെല്ലാം നമ്മുടെ കൈവശം ലഭ്യമാണെങ്കിൽ അത് വെച്ച് നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടുന്ന രേഖകളുടെ ലിസ്റ്റ് ഈ അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷനായി കാണിക്കുന്നുണ്ട്. അത് ഒരു എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതിലെന്തെങ്കിലും രേഖകൾ കൺസ്യൂമർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മൾ
അതുകൂടെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിച്ചാൽ മതിയാകും. എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ അപേക്ഷകൾ പരിഗണിക്കപ്പെടുമെന്ന് എല്ലാം ഈ ഇൻസ്ട്രക്ഷനിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമറോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നതാണ്. ഒന്നുകൂടെ വളരെ ചുരുക്കത്തിൽ ഞാൻ ഈ അപേക്ഷയെക്കുറിച്ച് പറയുകയാണ്. KSEB.in എന്ന വെബ്സൈറ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് എന്ന കോർണറിലുള്ള ഓൺലൈൻ സർവീസസ് എടുത്തതിന് ശേഷം ന്യൂ കണക്ഷൻ എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അതേ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് മീറ്റർ ഷിഫ്റ്റിങ്, താരിഫ് ചേഞ്ച് തുടങ്ങിയ അപേക്ഷകൾ, ഓണർഷിപ്പ് ചേഞ്ച് തുടങ്ങി എന്ത് അപേക്ഷകളും ഓൺലൈനായി KSEBയിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.